ദിസ് ഇസ് നോട്ട് എൻഡ് ഓഫ് ദ സ്റ്റോറി. കഥ ഇവിടെ അവസാനിച്ചിട്ടില്ല. പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ്. ഒപ്പം കൈറോ സമാധാന ചർച്ച പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ രണ്ട് വിഷയങ്ങളുടെയും വിശദാംശങ്ങളിലേക്ക് വരാം നമുക്ക്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ചിത്രം കാണുകയുണ്ടായി. ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഇസ്രയേലിലേക്ക് 350-ലധികം മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും ലെബനാനിലെ ഹിസ്ബുള്ള തൊടുത്തുവിടുകയും ടെല്ലവീവ് നഗരത്തിന് തൊട്ടടുത്ത് വരെ അവ പതിക്കുകയും ചെയ്തു എന്നതായിരുന്നു ആ വാർത്ത. ഇതേ തുടർന്ന് ഇസ്രയേലിന്റെ സൈനിക തലവന്മാർ യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ ഹിസ്ബുള്ളയുടെ മിസൈലുകൾ ഇസ്രയേലിലേക്ക് പ്രവേശിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ അവർ സസൂക്ഷ്മം പരിശോധിക്കുന്നതാണ് ചിത്രം. ഈ ചിത്രത്തിൽ നിന്നും വ്യക്തമാണ് എത്രമാത്രമാണ് ഇസ്രയേൽ സൈന്യം ഭയപ്പെടുന്നത് എന്ന്. എല്ലാവരുടെയും മുഖത്തും കണ്ണുകളിലും ഭയവും അന്ധാളിപ്പും കാണാം. ഹിസ്ബുള്ള തങ്ങളെ ആക്രമിച്ചേക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭ്യമായി അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് മുൻപ് തന്നെയായിരുന്നു ഇസ്രയേലിലേക്ക് 350ഓളം വരുന്ന റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും ഹിസ്ബുള്ള അയക്കുന്നത്. ആളുകളെ വധിക്കുക എന്നതല്ല തങ്ങളുടെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കിയുള്ള ആക്രമണമായിരുന്നു അവ എന്നത് വ്യക്തമാണ്. കാരണം മുൻപ് ടെല്ലവീവിലെ ചാവേർ ആക്രമണമുണ്ടായപ്പോൾ തൊട്ടടുത്തൊരു സിനഗോഗ് ഉണ്ടായിട്ടും ഒഴിഞ്ഞ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു ചാവേർ സ്വയം പൊട്ടിത്തെറിച്ചത്. ഇപ്പോൾ നടന്ന ആക്രമണങ്ങളും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ്. വടക്കൻ ഇസ്രയേലിലെ 11 സൈനിക കേന്ദ്രങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് പുറത്തു വന്ന കണക്കുകൾ പറയുന്നത്. പല വീഡിയോകളിലും ഇസ്രയേലിലെ കെട്ടിടങ്ങളും കൃഷിസ്ഥലങ്ങളും വീടുകളും സ്ഥാപനങ്ങളുമെല്ലാം തീഗോളമായി മാറുന്നതും മറ്റും കാണാം. ഗുരുതര ആക്രമണമല്ല എന്നും റോക്കറ്റുകളിൽ പലതും അയം ഡോം തകർത്തു എന്നുമൊക്കെ ഇസ്രയേൽ പുറത്തു പറയുമ്പോൾ തന്നെ വലിയ ഇഞ്ചുറി തന്നെ ഇസ്രയേലിനകത്ത് നടന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇസ്രയേൽ സൈന്യവും ഭരണകൂടവും അത് സമ്മതിക്കുന്നില്ല എന്ന് മാത്രം. ഇതിന് പ്രത്യാക്രമണം എന്നോണം 100-ലേറെ യുദ്ധവിമാനങ്ങൾ ഒന്നിച്ച് പറന്നെത്തുകയും ലെബനാനിലെ ഗോലാൻ താഴ്വരകളിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ ബോംബിടുകയും ചെയ്തു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ആയിരക്കണക്കിന് മിസൈൽ ലോഞ്ചറുകൾ തകർത്തു എന്നും ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം ഇസ്രയേൽ മാധ്യമമായ ജെറുസലേം പോസ്റ്റിൽ വന്ന ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഹിസ്ബുള്ളയുടെ ആക്രമണം കടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും വലിയ തോതിൽ ആളുകൾ വീടൊഴിഞ്ഞു പോകുന്നതും പലായനം ചെയ്യുന്നതും വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ്. കഴിഞ്ഞ ആക്രമണത്തോടെ ഏകദേശം 80,000-ലധികം പേർ വീടൊഴിഞ്ഞതായി റിപ്പോർട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതിലും കൂടുതൽ പേർ പലായനം തുടരുകയാണ് എന്നാണ് പുതിയ റിപ്പോർട്ട്. ഇവരെ പിന്തിരിപ്പിക്കാൻ സൈന്യവും സർക്കാരും പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സൈന്യത്തിനോ സർക്കാരിനോ സാധിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടിലെ വിമർശനം. ഇസ്രയേലികൾ അതീവ ഭയത്തോടെയാണ് കഴിയുന്നത്. ബങ്കറുകളിലും മറ്റുമാണ് താമസം. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയിൽ ആത്മാർത്ഥത ഇല്ലെന്ന തോന്നൽ ഇപ്പോൾ ഇസ്രയേലികളിൽ ഉളവാക്കിയിട്ടുണ്ട്. ഇസ്രയേലിനെ സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത അന്താരാഷ്ട്ര സംവിധാനങ്ങളുടെ പരാജയമാണ് സ്ഥിതിഗതികൾ സങ്കീർണമാക്കിയത്. 2006 പാസാക്കിയ UN പ്രമേയം 1701 ഇസ്രയേൽ അതിർത്തിക്ക് സമീപത്ത് ഹിസ്ബുള്ളയെ അനുവദിക്കില്ല എന്ന് ഉറപ്പാക്കാനും റോക്കറ്റുകളുടെ കള്ളക്കടത്ത് തടയാനും ഉദ്ദേശിച്ചുള്ളതാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര സമൂഹവും UNIFIL-ഉം 1701 പ്രമേയം നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഹിസ്ബുള്ള ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ വേലി സ്ഥാപിച്ചു. സ്വന്തം നിയമം നടപ്പിലാക്കിയത് കൂടാതെ ആയുധങ്ങൾ ശേഖരിക്കുകയും വിന്യസിക്കുകയും ചെയ്തു. ലോകം പൊതുവെ, പ്രത്യേകിച്ച് ഇസ്രയേൽ ചരിത്രത്തിൽ ഉടനീളം അന്താരാഷ്ട്ര സ്വാതന്ത്ര്യത്തിന്റെ പരിമിതികൾക്കും പരാജയങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അത്തരം ശ്രമങ്ങൾ പലപ്പോഴും യഥാർത്ഥ പ്രമേയങ്ങളെക്കാൾ താൽക്കാലിക വെടിനിർത്തലിലാണ് കലാശിക്കാറുള്ളത് എന്നും ഇത് ഇസ്രയേലിന്റെ ശത്രുക്കളെ വീണ്ടും സംഘടിക്കാനും അവരുടെ അടുത്ത ആക്രമണം ആസൂത്രണം ചെയ്യാനും പ്രേരിപ്പിക്കുന്നു എന്നുമാണ് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതേ റിപ്പോർട്ടിൽ തന്നെ ജോ ബൈഡനെതിരെ ഒളിയമ്പും എറിയുന്നുണ്ട് റിപ്പോർട്ട്. ട്രംപ് അധികാരത്തിൽ വന്നാൽ പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് തങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായ ഭാഷയിൽ തന്നെ അമേരിക്ക തിരിച്ചടിക്കുമെന്നും പത്രം പറയുന്നുണ്ട്. ഇറാന്റെ ഭീഷണികളിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കുവാനുള്ള ഇസ്രയേൽ ഭരണകൂടത്തിന്റെ അവകാശവും കടമയും വളരെ സമ്മർദ്ദകരമാണ്. നിലവിലെ സാഹചര്യം ഇതിനകം ഏകദേശം 11 മാസമായി നീണ്ടുപോവുകയാണെന്നും കൂടുതൽ കാലതാമസം ഇസ്രയേലുകൾക്ക് താങ്ങുവാൻ സാധിക്കില്ല എന്നും പറഞ്ഞാണ് ജെറുസലേം പോസ്റ്റ് തങ്ങളുടെ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്. ഇതിനിടെ കൈറോയിൽ നടന്ന ഹമാസ് ഇസ്രയേൽ വെടിനിർത്തൽ ചർച്ച പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന റിപ്പോർട്ടും പുറത്തു വരികയാണ്. ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടതോടെ ഹമാസിന്റെ ഭാഗം പറയാൻ മധ്യസ്ഥർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ യഹ്യ സിൻവാർ അധികാരത്തിൽ എത്തിയതോടെ നയതന്ത്ര ചർച്ചകൾക്ക് മുന്നോട്ട് വരാത്തതും ഇസ്രയേലിന് തിരിച്ചടിയായിട്ടുണ്ട്.
ഈ ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്നായിരുന്നു ഹമാസിന്റെ പ്രതികരണം. Waytonikah.com, the exclusive Muslim matrimonial site.